നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിഷൻ 60 നടപ്പാക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ്. ഇതു സംബന്ധിച്ച കർശന നിർദ്ദേശം കോൺഗ്രസ് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നൽകി. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറാണ് ഹൈക്കമാൻഡ് തീരുമാനം സംസ്ഥാന നേതാക്കളെ അറിയിച്ചത്. സംസ്ഥാന നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 70 സീറ്റുകളിൽ 60 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടുകയാണ് ലക്ഷ്യം. 20ഓളം സീറ്റുകൾ ലീഗ് നേടുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്. മറ്റ് ഘടകകക്ഷികൾ ചേർന്ന് 10ഓളം സീറ്റും നേടുന്നതോടെ 90 എന്ന നമ്പറിലേക്ക് മുന്നണി എത്തിച്ചേരുമെന്നാണ് ഹൈക്കമാൻഡിന്റെ കണക്കുകൂട്ടൽ. 60 സീറ്റുകൾ നേടുക വഴി മുന്നണിയിൽ അപ്രമാദിത്വം ഉറപ്പിക്കാനും കോൺഗ്രസിന് കഴിയുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ കരുതുന്നത്. വളരെയധികം ശുഭപ്രതീക്ഷ വച്ചുപുലർത്തിയിരുന്ന സംസ്ഥാനമായ കേരളത്തിലെ സാഹചര്യം പാർട്ടിക്ക് ഗുണകരമല്ലെന്ന് തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മനസ്സിലായത്. പ്രാദേശിക തിരഞ്ഞെടുപ്പും വ്യക്തിബന്ധവും വോട്ട് കണക്കും ഒക്കെ പറഞ്ഞ് സംസ്ഥാന നേതാക്കൾ തോൽവിയെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ താരിഖ് അൻവറും സംഘവും തയ്യാറായിട്ടില്ല. പാർട്ടി മത്സരിക്കുന്ന സീറ്റുകളിൽ ജയിക്കാൻ ഉറപ്പുള്ള സീറ്റുകൾ 50-50 സാധ്യതയുള്ള സീറ്റുകൾ, തീരെ സാധ്യത കുറഞ്ഞ സീറ്റുകൾ എന്നിങ്ങനെ മൂന്നായി വേർതിരിക്കും. പകുതി സാധ്യത ജയത്തിലേക്ക് എത്തിക്കാനും തീരെ സാധ്യത കുറഞ്ഞയിടത്ത് കടുത്ത മത്സരമുണ്ടാക്കാനും എന്തൊക്കെ ചെയ്യണമെന്നതിനും പ്രത്യേക ആസൂത്രണമുണ്ടാക്കും. താരിഖ് അൻവർ കൃത്യമായ ഇടവേളകളിൽ കേരളത്തിലെത്തും. AICC സെക്രട്ടറിമാരായ വിശ്വനാഥനും PV മോഹനനും ഐവാൻ ഡിസൌസയും സംസ്ഥാനത്ത് തുടർന്ന് മന്ത്രിതലത്തിൽ ചർച്ചകൾ തുടരും. ബൂത്ത് തലം മുതലുള്ള മാറ്റം മുതൽ സ്ഥാനാർത്ഥി ആരാകണമെന്ന അഭിപ്രായം വരെ AICC പ്രതിനിധികൾ തേടും. അശോക് ഗെഹ്ലോട്ടും G പരമേശ്വരയും അടക്കമുള്ള മുതിർന്ന നേതാക്കളെ കൂടി സംസ്ഥാനത്തേക്ക് നിയോഗിച്ചതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം ഹൈക്കമാൻഡ് പിടിമുറുക്കുമെന്ന് ഉറപ്പാണ്. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പ് ഇനി നടക്കില്ല. കേരളത്തിലെ മുതിർന്ന നേതാക്കളെ കൂടി കണക്കിലെടുത്താണ് മുതിർന്ന അംഗം കൂടിയായ ഗെഹ്ലോട്ടിനെ കൊണ്ടുവരുന്നത്. ഗ്രൂപ്പാണ് പ്രശ്നമെന്ന വ്യാപക പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടൽ. ഹൈക്കമാൻഡ് ഇടപെടലിൽ AI ഗ്രൂപ്പുകൾ വലിയ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ ഇരു ഗ്രൂപ്പും വടംവലി നടത്തുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ഗ്രൂപ്പിന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ട പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിർണായക സ്വാധീനം ഉണ്ടെന്നിരിക്കെ കേന്ദ്ര നീക്കം ഗ്രൂപ്പ് നേതാക്കളെ വല്ലാതെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര നീക്കത്തിൽ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സന്തുഷ്ടരാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.